ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംഖ്യ ഓളികൾ വന്നിരുന്നുണ്ട്. വല്ലാത്തൊരു പൊങ്കാലയിടൽ തന്നെയാണ്. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ അന്യായ ചൊറിച്ചിൽ തന്നെ. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും മരണപ്പെട്ടു പോയിട്ടുള്ള കൊടിയേരി സഹാബിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു കമൻ്റ് ഇട്ടിട്ട് ഒരു സംഗണി ചേച്ചി വൈറലായി. പിന്നെ ചേച്ചി വലിയ രീതിയിൽ എയറിലാകുന്നത് നമ്മൾ കണ്ടതാണ്. നിയമ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത്. പക്ഷേ സംഘിപ്പാളയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള വിവരവും കൂടെ പോകുന്നതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ സംഘിപ്പാളയത്തിൽ പോയിട്ട് മെമ്മറി അടിച്ചു പോയ സംഭവങ്ങൾ നമുക്കറിയാം. നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടൻ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ പൂഞ്ഞാറിൻ്റെ മറ്റേ വിഴുപ്പുപാണ്ടത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നാം തരം പബ്ലിക് ക്ലോസറ്റ് ആണല്ലോ. അപ്പം ഇത്തരം ആളുകളാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഭംഗിയായ രീതിയിൽ അതങ്ങ് നടന്നു. അത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയൊരു സന്ദേശവും കൂടെ അറിയിച്ചുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലക്ക് വിരാമം ഇട്ടതല്ലേ. നമ്മുടെ പാളയം ഇമാമിൻ്റെ ഒരു പ്രസ്താവന കേട്ടപ്പോഴത്തേക്ക് ഊത്തലെടുത്ത് കുരുപൊട്ടി ഈ സംഗി വിഷപ്പാമ്പുണ്ടല്ലോ, നമ്മുടെ വിശകല അമ്മായി, എന്നിട്ട് ഫേസ്ബുക്കിൽ ചില കുറിപ്പുകളൊക്കെ ഇട്ടിരുന്നു. ആ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് വാരിയെടുത്ത് നിലത്തടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ പുതിയ തരം സംഗണി ചേച്ചിമാരിങ്ങനെ വന്നുകൊണ്ട് ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് വല്ലാത്ത കുരയ്ക്കലാണ്. കുരയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുര തന്നെയാണ്. ഈ കുരയ്ക്കുന്ന വേട്ടപ്പട്ടികൾക്ക് ഞാൻ ഈ നാട്ടിലെ അമ്മമാരുടെ രണ്ടൊന്ന് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണാതെ പോരുത്. അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ സംഗണിയുടെ ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം. കൃത്യമായ രീതിയിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഹൈന്ദവ സഹോദരികൾ ഇതിനൊക്കെ മറുപടി കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു കപട മതേതരത്വമൊന്നും അല്ല ഈ കാണിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മലപ്പുറം തിരുനാവായിൽ കുംഭമേള നടന്ന സമയത്തും അവിടെ ഏറ്റവും കൂടുതൽ അവിടെ വന്നിട്ടുള്ള ആ വിശ്വാസികൾക്ക് സഹായമായി മാറിയത് അവിടുത്തെ മുസ്ലിം സമൂഹമാണ്. ആ സമൂഹത്തെക്കുറിച്ചിട്ടാണ് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞിട്ടുള്ള ചില കാഷായ വസ്ത്രം ധരിച്ച സ്വാമിമാർക്ക് വരെ അപമാനമായിട്ടുള്ള ചില ആസാമിമാർ വന്നിട്ട് ചില ഡയലോഗൊക്കെ ഇട്ടായിരുന്നു അല്ലേ. അതിനും നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് നല്ല മാസ് മറുപടി കൊടുത്തത്. എന്തായാലും നമുക്ക് ഈ അമ്മമാർ പറയുന്നത് എന്താണ് എന്ന് കേട്ടതിന് ശേഷം ഈ സംഗണിച്ച് അവളുടെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാം. ഭയങ്കര സൗകര്യമായിരുന്നു. ഇത്രയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഈ പള്ളിയിൽ ആണെന്ന് ആൾക്കാർ പറയുന്നു. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞ ശേഷമാണ് അത് അറിയുന്നത്. ഇത്രയും സ്നേഹമുള്ള മനുഷ്യരാണോ എന്ന് നമുക്കറിയില്ല. അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പള്ളിയിലെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല ഇതായിരുന്നു. പിന്നുള്ളതില്ല തേച്ച് വെള്ളം കിട്ടിയില്ല എന്നുള്ളതല്ല ആ ഒരു വിഷമം. അത് നമുക്ക് സാഹചര്യത്തിനൊത്തും പൊരുത്തപ്പെട്ടു പോകുന്നുള്ള കാര്യമുണ്ട്. എന്നാലും ഇവിടെ പള്ളിയിൽ മുമ്പേ വെള്ളമുണ്ട്. അത് നമ്മളെടുത്ത് കുറിച്ച് എല്ലാം കൊണ്ടും പള്ളിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നെ. എല്ലാവരും അങ്ങ് ആറ്റുകാലമ്മ അനുഗ്രഹിച്ച്, തങ്ങൾ അനുഗ്രഹിച്ച്, നമ്മളെ ക്രിസ്ത്യദേവാണ് അനുഗ്രഹിച്ച് എല്ലാവരും അനുഗ്രഹം. അടുത്ത വർഷം ഞാൻ പറഞ്ഞുള്ള ആരോഗ്യവും ആരോഗ്യം തരണമെന്ന് മാത്രമുള്ള ആഗ്രഹം. അത് കിട്ടും. തമ്മിലാട്ടിന് മുമ്പ് നമ്മൾ ഒരു പൊങ്കലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ആ ഒരു വിശ്വാസം. എല്ലാവരും നല്ല ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. നമ്മുടെ പള്ളിക്ക് തൊട്ട് മുമ്പിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു. എല്ലാ സൗകര്യമുണ്ട്. വന്നപ്പോഴേ പറഞ്ഞു ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും 19 വർഷമായിട്ട് നല്ല സഹായമുള്ള ഒരു പള്ളിയാണ്. അവർ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോഴേ തീർച്ചയായിട്ടും 19 വർഷമായിട്ട് നല്ല സഹായമുള്ള ഒരു പള്ളിയാണ്. എല്ലാ സൗകര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ പൊങ്കാലയ്ക്ക് വന്നാൽ സുഖമായിട്ട് വന്ന് പൊങ്കാലയിട്ട് നമ്മൾ തിരികെ പോകുന്നു. എല്ലാ വർഷവും ഈ പ്രവാസി ലോകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. കാരണം അമ്മയുടെ പ്രാർത്ഥന അവർക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൃദയം നൊന്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവർക്ക് ഇനി ഒരു അപകടം ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ആ വിഷമം കൊണ്ടാണ് പറയുന്നത്. ഇവർ ചെയ്തത് ഒരു വലിയൊരു പുണ്യമാണ്. അതിൽ നമ്മൾ അവരെ മുമ്പിൽ തലകുനിക്കുവാണ്. കാരണം ഇന്ന് വരെ സാധിക്കാത്ത ഒരു കാര്യം ഈ പൊന്നമ്മച്ചി മുമ്പിൽ 13ാമത്തെ വയസ്സിൽ ഞങ്ങൾ വരക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെ നടന്നില്ലാത്തതാണ് ഇപ്പോഴും നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കുന്നത്. വലിയൊരു കാര്യമാണ്. അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഇവരുടെ മുമ്പിൽ ഞങ്ങൾ തല കുനിക്കണം. ഒരിക്കലും കുനിക്കരുത് അമ്മയെ തല. ഒരാളുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കരുത്. തല കുനിക്കേണ്ടത് സർവശക്തനായ ദൈവം തമ്പുരാന്റെ മുന്നിലായിരിക്കണം. ആ അമ്മയുടെ ഉള്ളിൽ നിന്നുള്ള ആ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ അപ്പുറത്തേക്ക് വന്നത്.
നാട്ടിൽ പലരും ഇപ്പോൾ പറയും അവൻ ഈ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നിട്ട് വലിയ മതസൗഹാർദ്ദമൊക്കെ വിളമ്പുന്നെന്ന്. സത്യത്തിൽ നമ്മൾ കാണാത്ത എത്രയോ വാർത്തകൾ അത് ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഇസ്ലാം മത വിവാഹത്തിൽ നിന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും പുറം ലോകത്തേക്ക് ആരും പറയാറില്ല, അല്ലെങ്കിൽ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പച്ചയ്ക്ക് വർഗീയത പറയുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം. വർഗീയത പറഞ്ഞ് ഈ നാട്ടിലെ സ്വസ്ഥതയും സമാധാനം നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ചെകുത്താൻ്റെ സന്തതികളായിട്ടുള്ള ചില വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഈ വിശകലയെ പോലെ, RB ബാബുവിനെ പോലെ, നുസ്രത്തിനെ പോലെ, ഹാർപ്പിക്കിനെ പോലെയുള്ള കുറേ വാണങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു റിയൽ കേരള സ്റ്റോറിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല ആയാലും കൊള്ളാം, മലപ്പുറത്ത് തിരുനാവായിൽ നടന്നിട്ടുള്ള കുംഭമേള ആണെങ്കിലും കൊള്ളാം. ഒരു മുസ്ലിം പെൺകുട്ടി ഈ പൊങ്കാല ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത. സത്യത്തിൽ നമ്മൾ ഈ ജീവിക്കുന്നതുണ്ടല്ലോ കേരളത്തിലാണ്. ഇവിടെ മതങ്ങളുടെ പേരിൽ തമ്മിത്തല്ലിക്കാൻ നടക്കുന്നവർക്ക് ടൂളായിട്ട് ഒരിക്കലും ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ മാറാൻ പാടില്ല. വിശ്വാസം നമ്മുടെ മനസ്സിലാണ്. ഇവിടുത്തെ ഒരു ഹൈന്ദവൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു പക്ഷേ ഫേക്ക് ഐഡിയിൽ വന്നിട്ടാണ് ആയിരിക്കാൻ പറയുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിൽ എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ, എത്രയോ ക്രൈസ്തവ സഹോദരങ്ങൾ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം നോമ്പ് നോറ്റുകൊണ്ട് മസ്ജിദിൽ വന്നിട്ട് നോമ്പ് മുറിക്കുന്ന എത്രയോ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ മതത്തിൽ നിന്ന് പുറത്തു പോയി നമ്മൾ പറയാറുണ്ടോ? അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മാറണം. കാരണം അവരുടെ വിശ്വാസത്തിൽ നമ്മൾ അവരുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞു വരുന്ന ആളുകൾ സ്വയം ഒന്ന് വിലയിരുത്തണം നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ സംഗണി ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണാതെ പോയാൽ അങ്ങനെ കാണണ്ടേ? കാണാം. വിഷയം കേരള സ്റ്റോറിയാണ്. ദിസ് ഈസ് റിയൽ കേരള സ്റ്റോറി, ദിസ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കിടന്ന ഗ്രൂപ്പ് ഓഫ് പൊട്ടക്കണക്കിലെ തവളകൾ അങ്ങോട്ട് പട്ടി ഷോയാണ്. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ലാന്നും ഇവിടുത്തെ എല്ലാ ആളുകളും ഇങ്ങനെയാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്നാണ് സിനിമ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഇമാജിനറി സ്റ്റോറി അല്ല, അതൊരു ഡോക്യുമെന്ററിയാണ്. നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാത്തതും നമ്മൾ അറിയാത്തതും നമ്മൾ അനുഭവിക്കാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്കറിയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരാണ്. നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെല്ലാം മുന്നിൽ കണ്ണടച്ചെന്ന് പ്രതിഷേധം അറിയിക്കാണ്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനും അറിയാനും അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണം. കൂടെ പഠിക്കുന്ന ക്രിസ്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള സഹപാഠിയുടെ തലയിൽ തട്ടോ പിടിപ്പിച്ച് പൊട്ടൊക്കെ വായിച്ച് റീൽസ് ഇടുന്ന സമയത്ത് അതിന്റെ അടിയിൽ വന്നിട്ട് ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട മതേതര കേരളം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന അതേ അണന്മാർ തന്നെ കഴിഞ്ഞ ദിവസം നോമ്പ് തുറന്നു കഴിഞ്ഞ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോയ റെനീഷയുടെ പോസ്റ്റിന്റെ അടിയിൽ വന്ന് കാണിക്കുന്ന പരാക്രമം കണ്ട ഭഗവാൻ പോലും പൊറുക്കില്ല. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ സപ്രസ് ചെയ്തിട്ട് മറ്റൊരു വിഭാഗത്തോട് പ്രീണന കാണിക്കുന്ന ഒരു സാധനമല്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു. അന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഇത്രയും നാളും പഠിച്ചതും കേട്ടതും കണ്ടതും ഒന്നും അല്ല മതേതരത്വം. ആ മതവും ഈ മതവും ഒന്നും രണ്ടല്ല, ഇതിന്റെ എല്ലാം പൊരുൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കി ഇതിനെല്ലാം ഒരേപോലെ കാണാൻ സാധിക്കുന്നതിനാണ് മതേതരത്വം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും മതേതരത്വം എന്ന് എഴുതിയ കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്കാ മതവർഗീയവാദമാണ്, അല്ലെങ്കിൽ മത പ്രീണന രാഷ്ട്രീയമാണ്. കേരളവർമ്മ കോളേജിൽ സരസ്വതി ദേവിയെ നഗ്നയായിട്ട് ചിത്രീകരിച്ചപ്പോഴും അയ്യപ്പനെ ആർത്തവ രക്തത്തിൽ കുളിപ്പിച്ച് വരച്ച സമയത്തൊക്കെ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിച്ച ഇടത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകൾക്കും എന്തുകൊണ്ടാണ് കേരള സ്റ്റോറിയിൽ ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണാൻ സാധിക്കാത്തത്? ചേച്ചി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതായത് ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികളുടെ ആരാധനകൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും, നമ്മളവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ. എന്നാൽ നമ്മുടെ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ അവരുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക. ആ സമയത്ത് ഊത്തൽ പിടിച്ചുകൊണ്ട് വരുന്ന ചില വേട്ടാവളിയന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആപത്താണ്. കാരണം ഇവിടെ പോലുള്ളവർ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കാൻ തുടങ്ങും. കാരണം ഞങ്ങളുടെ ഭാഗമായി, ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, ഞങ്ങളുടെ ഭാഗമായി വരുമ്പോഴത്തേക്ക് മാത്രം ഒരു മതേതരത്വം, മറ്റേത് വരുമ്പോഴത്തേക്ക് ഒരു മതേതരത്വം ഇല്ല എന്ന രീതിയിൽ. സത്യത്തിൽ ശ്രീകണ്ഠൻ നായർ വാർത്ത വായിക്കുന്ന സമയത്ത് ചായ കുടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. കാരണം അത്തരം ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനൊന്നും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പുള്ളി വന്നിട്ടൊരു പ്രസ്താവന നടത്തിയപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ടത് യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ നോമ്പ് പിടിക്കുന്നവൻ, നോമ്പ് പിടിക്കാത്ത മറ്റ് ഇതര മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ എത്രയോ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ ജീവിതമാർഗമാണ്. അവന് നോമ്പായിരിക്കാം, അവൻ്റെ കൂടെ വരുന്ന സുഹൃത്ത് ഒരുപക്ഷെ നോമ്പില്ലാത്തവനായിരിക്കാം, അവൻ്റെ കൂടെ പോയിരുന്ന് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ അടുത്തിരിക്കും, അവൻ്റെ നോമ്പൊന്നും ഇതൊക്കെ നമ്മുടെ മനസ്സിലാണ് ഈ വിശ്വാസം. ഇപ്പോൾ ഹൈന്ദവ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ പെൺകുട്ടീനെ പൊങ്കാല ഇടുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, അവരതിനകത്ത് പോയി ഒരു പൊങ്കാല ഇട്ടെന്നും പറഞ്ഞ് അവരുടെ വിശ്വാസമൊന്നും അങ്ങ് ചോർന്നൊന്നും പോത്തൊന്നുമില്ല. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകത്തില്ല, ഉള്ളിലാണ് നമ്മുടെ വിശ്വാസം. ഈ ഒരു നാട്, മതസൗഹാർദ്ദത്തിൻ്റെ ഈ ഒരു നാട്ടിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടിയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഏത് വിശ്വാസമായിക്കോട്ടെ, ഏത് ആരാധനകളായിക്കോട്ടെ, ഹൃദയം കൊണ്ട്
നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് ഭാഗമായി മാറുന്നത്. പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ സഹോദരങ്ങളുടെ ആരാധനയും അവരുടെ വിശ്വാസങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം അതെന്നും ഈ ഒരു നാട്ടിലെ ഈ മതസൗഹാർദ്ദം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്. എന്തായാലും ഈ ഒരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.